Hello students, today we are going to deal with a new topic, anti-malarial drugs. Malaria is the most common infectious disease and 5 species of Plasmodium causes malaria and these are Plasmodium falciparum, Plasmodium malariae, Plasmodium ovale and Plasmodium vivax and Plasmodium knowleski. Most cases of malaria are caused by Plasmodium falciparum or Plasmodium vivax. The disease is spread by the bite of female Anopheles mosquito and is primarily found in tropical and subtropical areas. Malaria is transmitted when infected mosquitoes inject Plasmodium sporocyte into the blood of human host. And we can explain this by seeing the life cycle of malarial parasite. So let's go through it. Malarial parasite life cycle ആണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇവിടെ സെക്ഷൽ സൈക്കിൾ നടക്കുന്നുണ്ട്, എസെക്ഷൽ സൈക്കിൾ നടക്കുന്നുണ്ട്. സെക്ഷൽ സൈക്കിൾ നടക്കുന്നത് ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോയിലും എസെക്ഷൽ സൈക്കിള് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ ഹ്യൂമൻ ബീയിങ്സിലുമാണ്. അപ്പൊ ആദ്യം ഈ ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ ഒരു മലേറിയൽ പേഷ്യന്റിന് വന്ന് ബൈറ്റ് ചെയ്യുന്നു. ഈ മലേറിയൽ പേഷ്യന്റിന്റെ ബ്ലഡിൽ ഈ ഒരു പാരസൈറ്റിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് ഉണ്ട്. ഇത് മൊസ്കിറ്റോയിലോട്ട് എൻറ്റർ ആവുന്നു. അങ്ങനെ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ദെൻ oocyst ഫോം ചെയ്യുന്നു ആൻഡ് മെച്യൂർഡ് ആയിട്ടുള്ള സ്പോറോസൈറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. ഈ സ്പോറോസോയിഡ്സ് സലൈവറി ഗ്ലാൻസിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ സെയിം മൊസ്കിറ്റോ അടുത്ത ഇൻഡിവിജ്വലിനെ പോയി ബൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്പോറോസോയിഡ്സിനെ റിലീസ് ചെയ്യുന്നു ആൻഡ് ബ്ലഡ് സർക്കുലേഷനിൽ റിലീസ് ചെയ്തിട്ട് അത് ലിവറിന്റെ പാരൻകൈമൽ സെൽസിൽ എൻറ്റർ ചെയ്തിട്ട് ഷൈസോണ്ട് ഫോം ചെയ്യുന്നു. ഇതാണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേറ്റ്. ഇതിനെയാണ് പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഷൈസോണ്ട് ലിവറിൽ മെച്യൂർഡ് ആയിട്ട് അവര് മോണോന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള മീറോസോയിഡ്സിനെ റിലീസ് ചെയ്യുന്നു. ഈ മീറോസോയിഡ്സ് ലിവർ ലിബറേറ്റ് ചെയ്തിട്ട് അവർ ബ്ലഡ് സ്ട്രീമിലോട്ട് റിലീസ് ചെയ്യുന്നു. ഇത് എറിത്രോസൈറ്റിലെ ബൈൻഡ് ചെയ്തിട്ട് എറിത്രോസൈറ്റിലേക്ക് ഇൻവേഡ് ചെയ്ത് ട്രോഫോസോയിറ്റ് ഫോം ചെയ്തു. അവിടെ എസെക്ഷൽ ഓർ സെൽ ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് കൂടുതൽ മീറോസോയിറ്റിനെ റിലീസ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിനെയാണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസിനെ ഇൻഫെക്ട് ചെയ്ത് ഓൾറെഡി മീറോസോയിഡ്സ് പിന്നീട് റപ്ചർ ചെയ്ത് കൂടുതൽ മീറോസോയിഡ്സിനെ റിലീസ് ചെയ്ത് അവിടെ പൈറജൻസും TNF ആൽഫയും ഒക്കെ റിലീസ് ചെയ്യുന്നു. ഇതിന്റെ കൂടെ റിലീസ് ചെയ്ത് ഈ മീറോസോയിഡ്സ് പുതിയതായിട്ടുള്ള എറിത്രോസൈറ്റ്സിലെയും ഇൻവേഡ് ചെയ്ത് അവിടെ ഈ ഒരു സൈക്കിൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു എറിത്രോസൈറ്റിക് ഷൈസോഗണി ഈ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ചില മീറോസോയിഡ്സ് ഈ ഒരു എറിത്രോസൈറ്റിലോട്ട് എൻറ്റർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ അവര് ഗാമറ്റോസൈറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്സ് നടത്തുന്നു. അതാണ് ഇവിടെ സെക്ഷൽ എറിത്രോസൈറ്റിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഫീമെയിൽ ആൻഡ് മെയിൽ ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഒരു മൊസ്കിറ്റോ വന്നിട്ട് പേഷ്യന്റിനെ ബൈറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഗാമറ്റ്സ് എൻറ്റർ ചെയ്യുന്നു. അവിടെ പിന്നീട് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നിട്ട് പിന്നീട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ലൈഫ് സൈക്കിൾ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിന്റെ കേസസിലാണെങ്കിൽ എല്ലാ മീറോസോയിഡ്സും ഈ എറിത്രോസൈറ്റിക് ഷൈസോഗണിയിലോട്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം ഓവലിന്റെ കേസസിലാണെങ്കിൽ പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജിലുള്ള ഈ ഒരു ഷൈസോണ്ട് അവര് അനദർ ലിവർ പാരൻകൈമൽ സെല്ലിലോട്ട് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് ഹിപ്നോസോയിഡ്സ് ഫോം ചെയ്യുന്നു. ഇതൊരു ഡോർമെന്റ് ആയിട്ടുള്ളതാണ് സിറ്റുവേഷൻ ആണ്. ഇത് കുറെ നാള് ഈ ഒരു ഡോർമെന്റ് ആയിട്ടുള്ള ഈ ഒരു കേസ് സെവറൽ മന്ത്സ് വരെ കണ്ടിന്യൂ ചെയ്യാം. പിന്നീട് അത് റീആക്ടിവേറ്റ് ചെയ്യുന്നു. അത് റീആക്ടിവേറ്റ് ചെയ്തിട്ട് പിന്നീട് മീറോസോയിഡ്സിനെ റിലീസ് ചെയ്യുന്നു. ലേറ്റർ ഇറ്റ് അണ്ടർഗോസ് എറിത്രോസൈറ്റിക് ഷൈസോഗണി.
Next is classification of anti-malarial drugs. 4-aminoquinolines, chloroquine, amodiaquine, piperaquine. Quinoline, methanol, mefloquine. Syncora alkaloid, quinine, quinidine. Biguanide, proguanil. Diaminopyrimidine, pyrimethamine. 8-aminoquinoline, primaquine, tafenoquine. Sulfonamides and sulfone, sulfadoxine, sulfamethopyrazine, dapsone. Antibiotics, tetracycline, doxycycline, clindamycin. Sesquiu, terpene lactones, artesunate, artemether, arteether, arterolane. Amino alcohols, halofandrin, lumifandrin. Naphthyridine, pyronaridine, naphthoquinone, atovaquone. Objectives and use of anti-malarial drugs. To prevent clinical attack of malaria, to treat clinical attack of malaria, to completely eradicate the parasite from the patient's body, to cut down human to mosquito transmission. Anti-malarial therapy include casual prophylactics, suppressive prophylaxis, suppressive cure, clinical cure, and radical cure. Casual prophylaxis. The pre-erythrocytic phase, which is the cause of malarial infection, is the target for this purpose. ഇവിടെ സ്പോറോസോയിഡ്സിന്റെ മെച്ചുറേഷനെ പ്രിവെന്റ് ചെയ്യുന്നു. അത് ഷൈസോൺസ് ആയി മാറുന്ന ആ ഒരു സ്റ്റേജിനെ ഇവിടെ പ്രിവെന്റ് ചെയ്യുന്നു. ഇവിടെയുള്ള ഡ്രഗ്സ് പ്രിമാക്വിന്, പ്രൊഗ്വാനിൽ. നെക്സ്റ്റ് സപ്രസീവ് പ്രോഫിലാക്സിസ്. ഇവിടെ ഷൈസോണ്ടോസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മലേറിയൽ പാരസൈറ്റില് ആ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടാവുന്ന മീറോസോയിഡ്സിന്റെ ഫോർമേഷനെ ആണ് ഇവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. എറിത്രോസൈറ്റിക്കിന്റെ സ്റ്റേജിന്റെ ഡെവലപ്മെന്റിനെ ഇവിടെ പ്രിവെന്റ് ചെയ്യുന്നു. ഇവിടെ യൂസ് ചെയ്യുന്നത് ഷൈസോണ്ടോസൈഡ്സ് ആണ്. ഇത് എറിത്രോസൈറ്റിക് ഫേസിനെ സപ്രസ് ചെയ്യുന്നു. ഡ്രഗ്സ് ക്ലോറോക്വിൻ, മെഫ്ലോക്വിൻ, ഡോക്സിസൈക്ലിൻ. നെക്സ്റ്റ് റാഡിക്കൽ ക്യൂർ ആണ്. ഹിയർ ടോട്ടൽ ഇറാഡിക്കേഷൻ ഓഫ് പാരസൈറ്റ് ഫ്രം ദി ബ്ലഡ്. പാരസൈറ്റിനെ ടോട്ടൽ ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റാഡിക്കൽ ക്യൂർ. ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് പ്രിമാക്വിന്, ടഫിനോക്വിൻ. നെക്സ്റ്റ് ക്ലിനിക്കൽ ക്യൂർ, ആൻഡ് ദിസ് ഇസ് ടാർഗറ്റഡ് ടു എറിത്രോസൈറ്റിക് ഷൈസോണ്ടിസൈഡ്. ഇവിടെ ഹൈ എഫിക്കസി ഡ്രഗ്സും ഉണ്ട്, ലോ എഫിക്കസി ഡ്രഗ്സും ഉണ്ട്. ഹൈ എഫിക്കസി ഡ്രഗ്സിലാണ് ആർട്ടിമിസിനിൻ, ക്ലോറോക്വിൻ, അമോഡയാക്വിൻ, ക്വിനിൻ, മെഫ്ലോക്വിൻ, ലൂമിഫാൻട്രിൻ, then atovaquone ഒക്കെ ഉള്ളത്. ഇത് ഫാസ്റ്റ് ആക്ടിംഗ് ഹൈ എഫിക്കസി ബ്ലഡ് ഷൈസോണ്ടിസൈഡ് ആണ്. ലോ എഫിക്കസി ഡ്രഗ്സ് പ്രോഗ്വാനിൽ, പൈറിമെത്തമിൻ, സൾഫോണമൈഡ്സ്, ടെട്രാസൈക്ലിൻ, ക്ലിൻഡാമൈസിൻ. നെക്സ്റ്റ് ഗാമറ്റോസിഡൽ. ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സിന്റെ എലിമിനേഷൻ ഉണ്ടാകുന്നു. ആൻഡ് പ്രിമാക്വിൻ, it is having a gametocidal action against all species of malaria. Artemisinins, they have a weak action on early stage but not mature gametes. So ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആന്റി മലേറിയൽ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ, അതുപോലെ ആന്റി മലേറിയൽ തെറാപ്പിയും ആണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഡിവിജ്വൽ ഡ്രഗ്സ് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇടുന്നതായിരിക്കും. So hope you all have understood the topic. Thank you.